ഇല്ലെങ്കിൽ നീയാണല്ലോ നിർത്താണ്ട് സംസാരിക്കുക. ഇന്നെന്ത് പറ്റി? ഇന്നെന്തൊരു മൂടില്ല. ഓ, എന്നാ ഞാൻ വീട്ടിൽ പോണ്. അയ്യോ നീ പോണ്ട, എൻ്റെ വീട്ടിൽ ആരുമില്ല. അവരവിടെ പോയി? അത് ചേച്ചി ഇന്ന് ദുബായിക്ക് പോവാ, അളയിന് അവിടെയാണല്ലോ. അപ്പം അതിൻ്റെ കുറച്ച് ഓട്ടത്തിലായിരുന്നു കുറച്ച് ദിവസം. നീ എന്ത് ചേച്ചിനെ കൊണ്ടാക്കാൻ പോയില്ല? എന്തിനാടാ, പിന്നെ കരച്ചിലായി പിടിച്ചിലായി, എനിക്കൊന്നും പറ്റൂല. നീ എന്ത് പറഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങി? ഞാൻ നീ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു. ഞാനാ? എടാ പ്രാന്താ, നിന്റെ ചേച്ചിനെ എത്ര വർഷം കഴിഞ്ഞിട്ടാ വരുവാന്നറിയോ? അതിപ്പോ ഒരു കൊല്ലം കഴിഞ്ഞാൽ വരുമല്ലോ. കഷ്ടം. പറ്റായിരുന്നു പോയേനെ. എന്ത് പറ്റാത്ത? എടാ, സ്വന്തം ചേച്ചി ദുബായി പോകുമ്പോ എയർപോർട്ടിൽ കൊണ്ടാക്കിയാൽ നിന്റെ എന്ത് മുട്ടുകൊഴിയോ? നിന്നെയൊക്കെ ഉണ്ടല്ലോ. എനിക്കൊന്നും വയ്യടാ. അവള് പോകുമ്പോ കരഞ്ഞ് കെട്ടിപ്പിടിച്ച് ടാറ്റ പറയാനൊന്നും എനിക്കറിയില്ല. എന്ത്? അതിപ്പോ ഞാൻ എങ്ങനെ പറഞ്ഞുതരാ? എടാ, എനിക്ക് ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഈ സ്നേഹിക്കാനും പ്രേമിക്കാനൊന്നും അറിയില്ല. അതിപ്പോ വീട്ടുകാരാണെങ്കിലും ആരാണെങ്കിലും. എന്ന് വെച്ചാ? എടാ, നമ്മൾ ട്രിപ്പ് പോയപ്പോഴേ നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്തായിരുന്നു അവസ്ഥ? അത് എൻ്റെ വീട്ടുകാര് സാധനങ്ങളെല്ലാം കാറിലാക്കി നമ്മൾ പോയി. എടാ, അത് മാത്രമല്ല, നീ വീട്ടുകാരുടെ അടുത്തൊക്കെ പോയി യാത്ര പറഞ്ഞ് കെട്ടിപ്പിടിച്ച് പോയിട്ട് വരാന്നൊക്കെ പറഞ്ഞിട്ടല്ലേ നമ്മൾ ട്രിപ്പ് തുടങ്ങിയത്. അത് ഇത്ര വലിയ കാര്യമായിരുന്നു. അത് നിനക്കിതൊരു സാധാരണ കാര്യമായതുകൊണ്ടാണ്. എനിക്ക് ഇമ്മാതിരി പരിപാടിയൊന്നും പറ്റില്ലടാ. എനിക്കൊക്കെ ഈ സ്നേഹം പ്രകടിപ്പിക്കാനൊന്നും അറിഞ്ഞൂടാ. ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവും, പക്ഷെ കാണിക്കാൻ പറ്റില്ല. അതാണ് അവസ്ഥ. ചിലരങ്ങനെയാടാ, ഈ സ്നേഹം പ്രകടിപ്പിക്കില്ല.